മനുഷ്യനാണെങ്കിൽ വിഷമിക്കുകയും ചെയ്യും, സന്തോഷിക്കുകയും ചെയ്യും. എന്താണ് ഈ വിഷമത്തിൻ്റെയും സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രതീക്ഷകളാണ്. നമ്മൾ പലരെയും പ്രതീക്ഷിക്കും, പലതും പ്രതീക്ഷിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന കണക്കിനായിരിക്കില്ല നമുക്ക് സഹായങ്ങൾ കിട്ടുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതീക്ഷിക്കും. നമുക്കൊരാപത്ത് വരുമ്പോൾ അവർ ഓടി വരും, നമ്മളെ സഹായിക്കും. നമ്മുടെ സുഖദുഃഖങ്ങളെക്കുറിച്ച് അവർക്ക് എപ്പോഴും ഒരു ബോധമുണ്ടായിരിക്കും, അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിക്കും. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകില്ല. കാരണം അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും നമ്മൾ ഒരു കാര്യത്തിനും പ്രതീക്ഷിക്കരുത്. കാരണം അതുക്കും മേലെ ദൈവമാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഒരു വിഷയം നമുക്ക് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ സുഹൃത്തുക്കളോ ആരുമല്ല വരുന്നത്. അവരൊക്കെ വരുന്നത് അപൂർവം മാത്രമാണ്. ദൈവം നമ്മളെ ആരുടെയും മുമ്പിൽ കൊണ്ടെത്തിക്കും. നമുക്ക് അന്ന് വരെ മനസ്സിലാക്കാത്ത ആരെങ്കിലും ആയിരിക്കും നമ്മളിലേക്ക് ഒരു സഹായത്തിനായി ദൈവം അയച്ചു തരുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ മാത്രമേ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാവൂ. കാരണം ഏത് സമയത്തിനും നമുക്ക് എത്ര നമ്മൾ കഷ്ടത്തിലേക്ക് പോയാലും, ദാരിദ്ര്യത്തിലേക്ക് പോയാലും, അപകടത്തിലേക്ക് പോയാലും അവിടെ നിന്നും ഒരു കൈത്താങ്ങ് നമുക്ക് തരുന്നത് ദൈവം മാത്രമാണ്.